നമസ്കാരം. ഇന്ത്യൻ വായുസേന ലോക റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണ്. അമേരിക്കയും റഷ്യയുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ അർത്ഥം ചൈന പോലും നമ്മുടെ പിന്നിലാണ് എന്നതാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ വായുസേന ഈ അടുത്തിടെ ഏർപ്പെട്ട ഒരു കരാറാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ആദ്യമേ തന്നെ പറയട്ടെ, ഇങ്ങനെ ഒരു തമ്പനിയിൽ ഇടേണ്ടി വന്നതിൽ വളരെ ദുഃഖമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയുകയല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. അത്രയേറെ ഗൗരവകരമായ സുരക്ഷാ വീഴ്ച ഉളവാക്കുന്ന കാര്യങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സ് യൂബറുമായി ചേർന്ന് ഒരു MOU സൈൻ ചെയ്യുകയുണ്ടായി. ഇതനുസരിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ അവരുടെ സ്വകാര്യ യാത്രകൾക്കായി ഇനി മുതൽ യൂബറിന്റെ സേവനം തേടുകയാണ്. ഇതിന്റെ ഭാഗമായി യൂബർ അവരുടെ നിരക്കുകളിൽ ചില ഡിസ്കൗണ്ടുകളും വരുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതിലെന്താണ് തെറ്റ് എന്ന് പലരും ചോദിച്ചേക്കാം. നമ്മളുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ എന്നായിരിക്കും സംശയം. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇവർ നമ്മളെപ്പോലെ വ്യക്തികളായിട്ടല്ല രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സേനാംഗങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സേനാംഗങ്ങളുടെയും പേരും വിലാസവും കുടുംബാംഗങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളുമൊക്കെ യൂബറിന് ലഭ്യമാകും. അതുകൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. ഏതൊക്കെ സേനാംഗങ്ങളും ഏതൊക്കെ സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ഏതേത് സമയങ്ങളിൽ എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ള വിവരവും യൂബറിന് ലഭിക്കും. വളരെ ഗുരുതരമായ ഒരു ഡേറ്റ ചോർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ കാവലാളുകളാവേണ്ട സുപ്രധാന വ്യക്തികളെ ഇങ്ങനെ ട്രാക്ക് ചെയ്യപ്പെടുന്നതിലുള്ള അപകടം തള്ളിക്കളയാവുന്നതല്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് പലതിൻ്റെയും ഭവിഷ്യത്തുകൾ. ഉദാഹരണത്തിന് ഹിസ്ബുള്ളയുടെ കാര്യം തന്നെ എടുക്കാം. ആരെങ്കിലും ചിന്തിച്ചിരുന്നോ പല സ്ഥലങ്ങളിലായി നിൽക്കുന്നവർ ഒരേ സമയം പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുമെന്ന്? ഒരു വ്യക്തി ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെ അതീവ അപകടകരമായ ഒരവസ്ഥയാണ്. സാധാരണക്കാരായ നമ്മുടെ വിവരങ്ങളെല്ലാം ഗൂഗിളും യൂബറും സ്വിഗ്ഗിയും സൊമാറ്റോയും ചേർന്ന് ദിവസവും ചോർത്തുന്നുണ്ട്. പോരാതെ മറ്റു പല ആപ്പുകളും. ഗൂഗിൾ എർത്തിൽ നമ്മളുടെ വീടിൻ്റെ പടവും പരിസരവും എല്ലാം കാണിക്കും. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഈ അടുത്തിടെ ദൂരെ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള എളുപ്പ വഴി അറിയാൻ വേണ്ടി കാറിലെ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു. വീട് ഡെസ്റ്റിനേഷനായി അടിച്ചപ്പോൾ ആദ്യം തന്നെ വന്ന അറിയിപ്പ് വീട് അടച്ചിരിക്കുകയാണ് എന്നാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം പോലും ഗൂഗിൾ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വെറും സാധാരണക്കാരാണ്. അതുകൊണ്ട് മാത്രം നമുക്ക് അത്തരത്തിൽ ഒരു ഭീഷണിയും ആ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്ന് മാത്രം. പക്ഷേ സേനാംഗങ്ങൾ പോലുള്ള ഹൈ പ്രൊഫൈൽ വ്യക്തികളുടെ കാര്യം അങ്ങനെയാണോ? അവർ ഇങ്ങനെ കൂട്ടമായി നിരീക്ഷിക്കപ്പെട്ടാൽ ഈ രാജ്യത്തിന് തന്നെ എന്ത് സംഭവിക്കും? ഏതായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ജനാധിപത്യത്തിന്റെ 4-ാം തൂണെന്നറിയപ്പെടുന്ന മാധ്യമങ്ങളൊന്നും ഇത് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. പിന്നെ ANI പോഡ്കാസ്റ്റ് എന്നൊരു മാധ്യമം വഴിയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഈ വിവരം പുറത്തറിയുന്നത്. അതിൽ അനന്തനാരായണൻ എന്നൊരു വ്യക്തി ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ ക്ഷുഭിതരായ ഇന്ത്യൻ വായുസേന അംഗങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹം മോശം പദപ്രയോഗം ഉപയോഗിച്ചു എന്നതായിരുന്നു ആരോപണം. എന്നാൽ സത്യത്തിൽ ഇദ്ദേഹം മോശം പദപ്രയോഗങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബിസെയർ എന്ന ഇംഗ്ലീഷ് പദപ്രയോഗം മാത്രമാണ് ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്. എങ്കിലും ആ വാക്ക് സേനാ അധികൃതരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനന്തനാരായണന്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടും എയർഫോഴ്സിനെതിരെയുള്ള ആരോപണത്തിൽ ഇദ്ദേഹം ഉറച്ചു തന്നെ നിന്നു. എയർഫോഴ്സിന്റെ ഈ നടപടി പുറം ലോകം അറിയുകയും ഇതിനെതിരെ ജനരോഷം ഉയരുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് അവർ യൂബറുമായുള്ള ആ കരാർ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ പലരും ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൂബർ ഒരു അമേരിക്കൻ ആസ്ഥാനമായ കമ്പനിയല്ലേ? അമേരിക്ക നമ്മുടെ ശത്രുരാജ്യമാണോ എന്നൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ആണവശാസ്ത്രജ്ഞൻ ഹോമി ജെ ഭാഭയുടെയും അകാല മരണത്തിന് പിന്നിൽ കളിച്ചത് CIA ആണെന്നാണ് പിന്നീട് വന്ന വെളിപ്പെടുത്തൽ കാണിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ നടപടി പുറത്തു വന്നതോടുകൂടിയാണ് ഇതിനെ സംബന്ധിച്ച മറ്റ് വിവരങ്ങളും കൂടി വെളിയിൽ വന്നത്. അതായത് ഇതിനു മുന്നേ തന്നെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമൊക്കെ യൂബറുമായി ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ ഒരു നിഷ്കളങ്കമായ നടപടിയാണെന്ന് കരുതുക വയ്യ. ഇതിന്റെ പിന്നിൽ ബോധപൂർവമായ ചിലരുടെ കരങ്ങളും ഉണ്ടാകാം. കാരണം നമ്മുടെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ട്. നാം എല്ലാവരും കരുതിയിരിക്കുക. ജയ് ഹിന്ദ്.